ശരണം ശബരിഗിരീശത്തിലേക്ക് സ്വാഗതം. അങ്ങനെ ഇരുമുടിക്കെട്ടും ഏന്തി 18-ാം പടി കയറി വരുന്ന ഭക്തൻ അയ്യപ്പസ്വാമിയുടെ മുമ്പിലെത്തുന്നു. ഭഗവാനും ഭക്തനും ഒന്നാകുന്ന ഇടം. അയ്യപ്പസ്വാമിയെ പൂജിച്ച ഒരു വലിയ മനുഷ്യൻ്റെ അടുക്കലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അയ്യപ്പൻ്റെ പൂജാക്രമങ്ങൾ ഒരു ദിവസം എങ്ങനെയാണ്? അയ്യപ്പസ്വാമിയെ പൂജിക്കാൻ കിട്ടിയ ഒരു ജന്മജന്മാന്തര സുഹൃതത്തിൻ്റെ ഫലം ഭഗവാൻ എനിക്കൊന്നൊരു വരമായിട്ട് ഞാൻ കണക്കാക്കുന്നുണ്ട്. അവിടുത്തെ പൂജകൾ ചെയ്യാൻ സാധിച്ചത് തന്നെ എൻ്റെ ജീവിതത്തിലെ ഒരു ധന്യമായ ഒരു വർഷമായിരുന്നു. കാരണം ഒരുപാട് അനുഭവങ്ങൾ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനെക്കുറിച്ച് നമുക്ക് ഇനിയും വരുന്ന എപ്പിസോഡിൽ നമുക്ക് പറയാമെങ്കിലും ഇപ്പോൾ നമുക്ക് അയ്യപ്പസ്വാമിയുടെ ഒരു ദിവസത്തെ പൂജയെക്കുറിച്ച് ഒരു ലഘു വിവരണം നൽകാം. അവിടെ കാലത്ത് നട തുറന്നു കഴിഞ്ഞാൽ ഭഗവാന് ആദ്യം നിർമ്മാല്യ ദർശനം കഴിഞ്ഞാൽ അഭിഷേകമാണ്. ഈ നട തുറക്കുന്നത് തീർത്ഥാടന കാലത്താണെങ്കിൽ 3 മണിക്കാണ്. തീർത്ഥാടന കാലത്ത് സമയം ചിലപ്പോൾ 3, ചിലപ്പോൾ 4, പല വ്യത്യാസങ്ങളുണ്ടാവും. എങ്കിലും അതുകൊണ്ട് സമയം നിഷ്കർഷിച്ചിട്ടില്ല. സാധാരണ ദിനങ്ങളിൽ 5 മണി. നട തുറന്നു കഴിഞ്ഞാൽ അഭിഷേകം. മറ്റുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ഈ അഭിഷേകം എന്തെല്ലാം? അതെ, മറ്റുള്ള ക്ഷേത്രങ്ങളിൽ ആദ്യം നല്ലെണ്ണ അഭിഷേകം ചെയ്ത് വാഗപ്പൊടിയോടുള്ള അഭിഷേകം, ഇതൊക്കെയാണ് പതിവ്. പക്ഷേ ശബരിമല അതല്ല, ആദ്യം തുടങ്ങുന്നത് തന്നെ ഭസ്മാഭിഷേകത്തോടു കൂടിയാണ്. ഭസ്മാഭിഷേകം കഴിഞ്ഞാൽ ശുദ്ധജലം ഉൾപ്പെടെ അവിടെ, അത് കഴിഞ്ഞാൽ ശുദ്ധജലത്തിൻ്റെ അഭിഷേകം കഴിഞ്ഞാൽ പിന്നെ അടുത്തത് അഷ്ടാഭിഷേകമാണ്. 8 തരത്തിലുള്ള ദ്രവ്യങ്ങൾ കൊണ്ട് അഭിഷേകം. പാലുണ്ടാവും, പാല്, അതേപോലെ പഞ്ചാമൃതം, കരിക്ക്, ഭസ്മം, കളഭം, ഇങ്ങനെ തുടങ്ങുന്ന 8 ദ്രവ്യങ്ങൾ. ചിലർ 8 ദ്രവ്യങ്ങൾ ചില വ്യത്യാസങ്ങൾ വരുത്തിയെടുക്കാറുണ്ട്. പക്ഷേ അവിടെ നിർബന്ധമായിട്ടും ഈ 8 ദ്രവ്യങ്ങൾ കൊണ്ടാണ് എല്ലാ ദിവസത്തെയും അഭിഷേകം, കാലത്തെ പതിവ്. അഭിഷേകം കഴിഞ്ഞാൽ ഉടനെ മലർ നിവേദ്യം. മലർ നിവേദ്യം കഴിഞ്ഞാൽ ഭഗവാന്റെ ഇഷ്ട വഴിപാടായ നെയ്യഭിഷേകം ആരംഭിക്കുകയായി. ആദ്യം തന്ത്രി നെയ്യഭിഷേകം കഴിച്ചാൽ പിന്നെ തുടർന്ന് മേശാന്തി നെയ്യഭിഷേകം. ആദ്യം സ്വർണ്ണക്കുടത്തിൽ നെയ്യഭിഷേകം തുടങ്ങുന്നു. അത് കഴിഞ്ഞാൽ നെയ്യഭിഷേകം അനുസ്യൂതോടെ തുറന്നുകൊണ്ടിരിക്കും. ഭക്തന്മാർ നേർച്ചയായിട്ട് കൊണ്ടിരുന്ന നെയ്യിനെ അവിടെ അഭിഷേകം ചെയ്യുന്നു. അത് ആ അഭിഷേകം അങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. ഏകദേശം 7 മണി വരെ അത് തുറന്നുകൊണ്ടിരിക്കും. ഇതിനിടയ്ക്ക് ഗണപതി ഹോമം. അത് കഴിഞ്ഞാൽ ഈ അഭിഷേകം കഴിഞ്ഞാൽ ഗണപതി ഹോമം, അവിടെ അഭിഷേകം തുടങ്ങിക്കഴിഞ്ഞാൽ ഗണപതി ഹോമം സമാരംഭിക്കും. തന്ത്രി ഗണപതി ഹോമത്തിന് അങ്ങോട്ട് പോകും. അത് നമ്മുടെ ശ്രീകോവിലിൻ്റെ അവിടെ ഗണപതി ഹോമം മണ്ഡപമുണ്ട്. ആ ഭാഗത്താണ് ഗണപതി ഹോമം. അവിടെ ഗണപതി ഹോമം സമാരംഭിക്കും. ഗണപതി ഹോമം കഴിഞ്ഞാൽ തന്ത്രി മേൽശാന്തിയുമെല്ലാം അവരുടെ മുറിയിലോട്ട് പോകും. അപ്പോഴും ഇവിടെ അഭിഷേകം നടന്നുകൊണ്ടിരിക്കും. 7 മണിയാകുമ്പോൾ അഭിഷേകം നിർത്തിവെക്കും. ശുദ്ധിയാക്കി എല്ലാം വൃത്തിയാക്കിയ ശേഷം ഉഷപൂജയാണ്. സാധാരണ ദിനങ്ങളിൽ അവിടെ 3 പൂജയാണ് പതിവ്: ഉഷപൂജ, ഉച്ചപൂജ, അത്താഴപൂജ. സീസൺ കഴിഞ്ഞുള്ള മറ്റുള്ള മാസപൂജകൾക്കാണെങ്കിൽ മിക്കവാറും ഭക്തന്മാരുടെ വഴിപാടായിട്ട് അവിടെ ഉദയാസ്തമന പൂജ ഉണ്ടാകും. തീർത്ഥാടന കാലത്ത് അതില്ല. ഈ തീർത്ഥാടന കാലത്ത് ഉഷപൂജ 7 മണിക്ക് വൃത്തിയായി കഴിഞ്ഞാൽ ഉഷപൂജ ഏകദേശം 7:45 ആകുമ്പോൾ ഉഷപൂജ കഴിയും. അത് കഴിഞ്ഞാൽ വീണ്ടും നെയ്യഭിഷേകം സമാരംഭിക്കും. ഉഷപൂജയ്ക്ക് ഭഗവാന് നിവേദ്യം പ്രധാനമായും ഇടിച്ചു പിഴിഞ്ഞ പായസവും വെള്ള നിവേദ്യവുമാണ്, പാൽപ്പായസവുമാണ് അവിടെ നിവേദ്യം. ഈ നിവേദ്യം ഭഗവാൻ നിവേദ്യം പകുതിയാക്കി പുറത്ത് ഗണപതി ഭഗവാനും നാഗരാജാവിനും നിവേദ്യം കഴിച്ച് തിരിച്ചു വന്ന് ഭഗവാൻ നിവേദ്യം പൂർത്തിയാക്കി പ്രസന്ന പൂജ ദീപാരാധനയോടുകൂടി അത് തീരുകയാണ്. അത് കഴിഞ്ഞാൽ വീണ്ടും നെയ്യഭിഷേകം സമാരംഭിക്കും. ഏകദേശം 12 മണി വരെ നെയ്യഭിഷേകം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഉച്ചപൂജയാണ്. ഉച്ചപൂജയ്ക്ക് വെള്ള നിവേദ്യവും അരവണ പായസവുമാണ് പ്രധാനമായിട്ടും അവിടെ നിവേദിക്കുന്നത്. അപ്പം കളഭാഭിഷേകം ഉണ്ട്. കളഭാഭിഷേകം നേർച്ചയുണ്ടെങ്കിൽ മാത്രം. പക്ഷേ 25 കലശം എന്നുമുണ്ട്. ഉച്ചപൂജയുടെ സ്നാനകാലത്തിൽ 25 കലശം ഉണ്ടാകും. അത് ഈ ഉച്ചപൂജയുടെ സ്നാനകാലത്തിൽ എന്ന് പറയുന്നത് എങ്ങനെ? അത് ഉച്ചപൂജ സമാരംഭിച്ചു കഴിഞ്ഞാൽ ഏതൊരു മൂർത്തിയും അല്ലെങ്കിൽ ഏതൊരു അമ്പലത്തിലും പൂജ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് ഭഗവാന്റെ പൂജാഘട്ടത്തിൽ സ്നാനകാലം എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. ഭഗവാനെ നമ്മൾ സ്വീകരിച്ചിരുത്തി അദ്ദേഹത്തിന് സർവോപചാരങ്ങൾ നൽകി അങ്ങനൊരു സ്നാന സങ്കല്പം വരുന്നതായ ആ സമയത്ത് 25 കലശം നേരത്തെ പൂജിച്ച് തയ്യാറാക്കിയിട്ടുള്ള 25 കലശം അഭിഷേകം ചെയ്യും.
ആ സമയത്താണ് ഒരുപക്ഷെ ഭക്തന്മാരുടെ നേർച്ചയുണ്ടെങ്കിൽ കളഭാഭിഷേകം പ്രത്യേകം പൂജിച്ച് അത് അഭിഷേകം ഉണ്ടാവും. അത് കഴിഞ്ഞ് നേരത്തെ പറഞ്ഞതുപോലെ ഉച്ചപൂജയ്ക്ക് അരവണ പായസവും നിവേദ്യ സമയത്താണ് അരവണ പായസവും വെള്ള നിവേദ്യവും കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ പ്രസന്ന പൂജ, ദീപാരാധന, പിന്നെ ഉച്ചപൂജ കഴിഞ്ഞുള്ള തിരുനാട അടയ്ക്കുന്നു. ഏതാണ്ട് ഒരു മണിയാവും. അതെല്ലാം ഈ തീർത്ഥാടന കാലത്ത് സമയവ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ വൈകുന്നേരം നട തുറന്നാൽ സന്ധ്യ ദീപാരാധന. തീർത്ഥാടന കാലത്ത് ഉച്ചയ്ക്ക് ചിലപ്പോൾ 3-3:30 തുറക്കും. പക്ഷേ എങ്കിലും നട തുറന്നാൽ ഉടൻ തന്നെ ത്രിമധുര നിവേദ്യം ആദ്യം പതിവുണ്ട്. അത് കഴിഞ്ഞാൽ സന്ധ്യാ ദീപാരാധന, ഒരു 6-6:30 സന്ധ്യ ദീപാരാധന. അത് കഴിഞ്ഞാൽ അവിടെ ആർക്കെങ്കിലും മിക്കവാറും ഉണ്ടാവും വഴിപാടുകളുണ്ടെങ്കിൽ പുഷ്പാഭിഷേകം. ഇതെല്ലാം നടക്കുന്നത് ദീപാരാധനയ്ക്ക് ശേഷമാണ്. ഈ പുഷ്പാഭിഷേകം ഭക്തർ തന്നെ വഴിപാട് ബുക്ക് ചെയ്യുന്നവർ തന്നെ ബുക്ക് ചെയ്ത് അതെ അല്ല, പൂ കൊണ്ടുവരണമെന്നില്ല. പൂ കൊണ്ടുവരുന്നവരുമുണ്ട്. അവിടെ തന്നെ പണം അടച്ചാൽ പൂ അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. പക്ഷേ മിക്കവാറും അവിടെ പണം അടച്ചെടുക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഇവിടുന്ന് പുഷ്പം കൊണ്ടുപോകുന്നത് നമുക്ക് അവിടെ പ്രായോഗികമല്ല. അതുകൊണ്ട് അവിടെ പൈസ അടച്ചാൽ അവിടെ നിന്ന് പുഷ്പം ലഭിക്കും. പുഷ്പാഭിഷേകം കഴിഞ്ഞാൽ പിന്നെ അത്താഴപൂജ. അത്താഴപൂജയിൽ അവിടുത്തെ പ്രധാന നിവേദ്യം വെള്ള നിവേദ്യമാണ്. അത് കഴിഞ്ഞാൽ അവിടെ പ്രസന്ന പൂജാ സമയത്ത് അപ്പവും പാനകവുമാണ് അവിടുത്തെ പ്രധാന നിവേദ്യം. പാനകത്തിന് വലിയ പാനകത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് പറയാനുണ്ട്. അത് നമുക്ക് അടുത്ത വരുന്ന എപ്പിസോഡിൽ നമുക്ക് സൂചിപ്പിക്കാം. പാനകം അത് കഴിഞ്ഞാൽ ദീപാരാധന കഴിഞ്ഞാൽ ഹരിവരാസനം പാടി നടയടക്കുകയാണ്. അങ്ങനെയാണ് അയ്യപ്പസ്വാമിയുടെ ഒരു ദിവസത്തെ നിത്യനിദാന പൂജകളെന്ന് പറയാവുന്നതാണ്. ഈ ഹരിവരാസനം പാടുന്ന സമയത്ത് ഈ തിരുമുറ്റത്ത് അല്ല ശ്രീകോവിലിൻ്റെ പരിസരത്ത് മാളികപ്പുറത്തെ ഒന്നും നിർത്താറില്ല. അതെ, അത് പണ്ട് മുതലേ അനുഷ്ഠിച്ചു വരുന്ന ഒരാചാരമാണ്. ഭഗവാന്റെ നിദ്രാസ് വേളയിൽ മാളികപ്പുറങ്ങളെ ഒന്നും അവിടെ നിർത്തുന്നില്ല എന്നുള്ളത്. കാരണം ഭഗവാൻ എല്ലാവരെയും ദേവി മഹാത്മ്യത്തിൽ പറയും, യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത. അപ്പോൾ മാതാവായിട്ടാണ്, ഒരു മാതൃതുല്യമായിട്ടുള്ള ഒരു മാളികപ്പുറം അവിടെ ദർശനത്തിന് എന്നെ കാത്തു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് നിദ്രാഭംഗം വന്നെങ്കിലോ എന്നുള്ളതുകൊണ്ടാവാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സമയത്ത് മാളികപ്പുറങ്ങളെ ഒന്നും അവിടെ അനുവദനീയമല്ല. നമുക്കറിയാം ഭഗവാന്റെ മുമ്പിൽ എല്ലാം മാതൃഗണങ്ങളാണ്. മാളികപ്പുറങ്ങളായി വരുന്നവരെല്ലാം മാതൃസങ്കല്പത്തിലാണ്. നമുക്ക് നേരത്തെ പറഞ്ഞു ഭക്തനും ദേവനും ഒന്നായി പരിണമിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ആ സമയത്ത് മാളികപ്പുറങ്ങളെല്ലാം മാറി നിന്നിട്ടാണ് ഹരിവരാസനം അവിടെ ജപിക്കാറ്. അത് പുറത്ത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ യേശുദാസ് പാടിയ റെക്കോർഡിടുന്നതോടൊപ്പം തന്നെ അതെ അകത്ത് മേൽശാന്തിയും പരിവാരങ്ങളും പരികർമ്മിമാരും എല്ലാവരും ചേർന്ന് ആ ഹരിവരാസനം പൂർണ്ണമായിട്ട് അവിടെ പാടി അദ്ദേഹത്തിൻ്റെ തിരുനട അടയ്ക്കുകയാണ്. ആ ഹരിവരാസനത്തിൻ്റെ മഹത്വം, ഹരിവരാസനത്തിൽ 8 ഖണ്ഡങ്ങളാണ്, അഷ്ടകം എന്നാണ് പറയുക. അങ്ങനെ 8ാമത്തെ ഖണ്ഡമൊക്കെ പാടുമ്പോഴേക്കും തീർച്ചയായിട്ടും എൻ്റെ അനുഭവത്തിൽ നിന്ന് മേൽശാന്തിയും ഏകദേശം പകുതി ഉറക്കം ആയിരിക്കും. അത്രത്തോളം ഭഗവാനും മേൽശാന്തിയായിട്ടുള്ള ബന്ധം അത്രത്തോളം അങ്ങ് സ്പർശം ആയി കഴിയും. കാരണം സൃജനപ്രിയം എന്ന് പാടി തുടങ്ങുമ്പോൾ തന്നെ നമുക്കും അറിയാം, നമ്മളറിയാതെ നമുക്കും ഉറക്കം വന്നു പോകും. ഭഗവാൻ ഉറങ്ങുന്നു നമുക്ക് ബോധ്യമാവും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് കഴിഞ്ഞാൽ തിരുനട അടയ്ക്കുന്നു. ഇത്രയുമാണ് ഒരു ദിവസത്തെ ഭഗവാന്റെ പൂജകൾ. തീർത്ഥാടനകാലം തുടങ്ങിക്കഴിഞ്ഞാൽ അയ്യപ്പസ്വാമിക്ക് ഉറക്കം വളരെ ഉറക്കമില്ല. അല്ല, അയ്യപ്പസ്വാമി എപ്പോഴും നമുക്കറിയാം, അയ്യപ്പസ്വാമി എന്ന് പറഞ്ഞ പ്രപഞ്ച സത്വത്തിന് ആ പ്രപഞ്ച തത്വമാണ്, അതിന് ഉറക്കമില്ല. പക്ഷേ നമ്മൾ ആരാധിക്കപ്പെടുന്ന മൂർത്തി സങ്കല്പത്തിൽ അവിടുത്തെ ഒരു ആരാധനയ്ക്കൊരു അവിഭാജ്യ ഘടകമാണ്. നമുക്കറിയാമല്ലോ, മർത്യനും ദേവനും ഒന്നായി പരിണമിക്കുന്ന സ്ഥലമാണ്. അവിടെ അദ്ദേഹത്തിന് കുറച്ച് വിശ്രമം എന്നുണ്ടെങ്കിൽ നമ്മൾ സങ്കല്പിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ ദേവൻ ഉറക്കമോ ഒന്നുമില്ല. ആ ഭഗവാൻ പരമ്പൊരുളാണ്, സർവ്വവ്യാപിയാണ്, പരമമായ തത്വമാണ്. പക്ഷേ തീർത്ഥാടന കാലത്ത് വളരെ പരിമിതമായ സമയം മാത്രമേ ആരാധനയിൽ നിന്ന് വിട്ടുനിൽക്കുന്നുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഉറക്കമായി നമ്മൾ സങ്കല്പിക്കപ്പെടുന്നു, അത്രയേ ഉള്ളൂ. 18ാം പടി കയറി വരുന്ന ഭക്തൻ നേരെ ഫ്ലൈ ഓവർ വഴി ശ്രീകോവിൽ അവിടെ വന്ന് അയ്യപ്പസ്വാമിയെ വണങ്ങി തുടർന്ന് പോകുന്നത് ഈ കന്നിമൂല ഗണപതി നാഗരാജാവ് അല്ലേ? അതെ, അതൊക്കെ തിരക്കിൻ്റെ സൗകര്യം. അതെ, ഇതൊക്കെ നമ്മുടെ അവിടുത്തെ നിത്യപൂജ അല്ലെങ്കിൽ അവിടുത്തെ സങ്കല്പത്തിലൂടെ ദർശനം നടത്തേണ്ട സ്ഥലങ്ങളാണ്. പക്ഷേ ഭക്തജനബാഹുല്യം വരുമ്പോൾ ഇതൊന്നും നമുക്ക് ദർശിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊന്നും പറയാൻ പറ്റും. വഴിപാട് പോലും ചിലപ്പോൾ അങ്ങോട്ട് നടത്താൻ പറ്റില്ല, സമർപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയാകും. ഒരു നോക്ക് തമ്പുരാനെ ഒന്ന് കണ്ട് തൊഴാൻ മാത്രം നമുക്ക് അവസരം കിട്ടും. മറ്റുള്ളതൊക്കെ സമയോചിതമായി നമ്മൾ വിശ്വസിച്ചു കൊള്ളുക. അവിടെ നിന്ന് പിന്നീട് നേരെ പോകേണ്ടത് മാളികപ്പുറത്ത്. അതെ, അവിടെ പിന്നെ നമ്മൾ 18ാം പടി കയറുന്നതിന് മുമ്പ്
പറയാൻ വിട്ടുപോയൊരു കാര്യം കൊച്ചുകടുത്ത അതൊക്കെ ഉണ്ട്. കറുപ്പസ്വാമി അനുചരന്മാരാണ്. അതെല്ലാം നമ്മൾ അവിടെ നിന്ന് ദർശിക്കുക മാത്രമേ ഉള്ളൂ. കാരണം 2 അനുചരന്മാരായി അവിടെ നിൽക്കുന്നു, അവരെ നമ്മൾ ദർശിച്ചു തോന്നുന്നു. കാര്യം ഈ ജനബാഹുല്യം, ഭക്തജനബാഹുല്യം എന്നുള്ള സമയത്ത് ഇതൊന്നും പ്രത്യേകമായി നമുക്ക് ചിന്തിച്ച് ഒന്നും നമുക്ക് സാധിക്കില്ല. എങ്കിലും അവരെല്ലാം നമ്മൾ മനസ്സാ സ്മരിച്ചുകൊണ്ട് ദർശനത്തിന് കയറുന്നു. തിരിച്ച് മാളികപ്പുറത്ത് ചെന്നാൽ അവിടെ അറിയാം ഒരു മാതൃസങ്കല്പമാണ്. അവിടെയും ഉണ്ടല്ലോ അയ്യപ്പൻ്റെ ഒരു അനുചരൻ അല്ലേ? ഉണ്ട്. അപ്പം ഇതെല്ലാം ഉണ്ടെങ്കിലും അവിടെ ആ മാതൃ സങ്കല്പമായിരിക്കുന്ന സാക്ഷാൽ ഭഗവതിയെ നമ്മളവിടെ ഭജിക്കുന്നു. അവരെ ദർശനം നടത്തി ആ ലോകമാതാവിനെ, മഞ്ഞൾ മാതാവിനെ നമ്മളവിടെ ഭജിച്ച് അവിടുത്തെ വഴിപാടുകളും നേർച്ചകളും നടത്തി പ്രദക്ഷിണമായി വന്നാൽ അവിടെ നവഗ്രഹങ്ങളും അവിടെയും നാഗസങ്കല്പങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ എല്ലാം ദർശനം നടത്തി തിരിച്ച് നമ്മൾ ഇന്നത്തെ അവസ്ഥയിൽ തിരിച്ച് വീണ്ടും 18-ാം പടിയുടെ മുകളിലോട്ട് പോകുന്നത് പ്രായോഗികമല്ല. തിരിച്ച് താഴെ വന്ന് ഭഗവാനെ ദർശനം നടത്തി. പിന്നെ ഈ മാളികപ്പുറത്ത് തന്നെ നമുക്കറിയാം പിന്നെ ഇതുണ്ട്, മണിമണ്ഡപമുണ്ട്. അതെ, മണിമണ്ഡപം മൂലസ്ഥാനമായിട്ട് വിശ്വസിക്കുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ. അതിനൊക്കെ ഇങ്ങനെയുള്ള സങ്കല്പങ്ങളിൽ പല രീതിയിലുള്ള ആചാരങ്ങളും സങ്കല്പങ്ങളും അനുഷ്ഠിച്ച് വരുന്നുണ്ട്. അത് പലർക്കും പല രീതിയിലാണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ. അതുകൊണ്ട് അവരവരുടെ വിശ്വാസങ്ങൾക്കനുസൃതമായി മണിമണ്ഡപത്തിലും നമസ്കരിച്ച് വന്നിച്ചുകൊണ്ട് തിരിച്ച് മാളികപ്പുറത്ത് ദേവിയെ വന്നിച്ച ശേഷം തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്ന നവഗ്രഹങ്ങളെ വണങ്ങുന്നു, തിരിച്ചു പോരുന്നു. അതാണ് അവിടുത്തെ ഒരു. അവിടെ മാളികപ്പുറത്ത് ഈ പറകൊട്ടിപ്പാട്ടുണ്ട്. അത് ഭക്തർ പറകൊട്ടിപ്പാട്ട് സാധാരണ നമുക്കറിയാം. അവിടെ മലദൈവങ്ങൾ എന്നൊരു സങ്കല്പമുണ്ട്. ഈ 18 മലകളെയും കാക്കുന്ന മലദൈവങ്ങളുണ്ട്. ആ മലദൈവങ്ങൾക്ക് പ്രീതിപ്പെടുത്താൻ വേണ്ടി അവരെ പറകൊട്ടിപ്പാടുക എന്നുള്ളൊരു ചടങ്ങുണ്ട്. അത് ഉത്തര കേരളത്തിലൊക്കെ അനുഷ്ഠിച്ച് വരുന്ന നമുക്കറിയാം. പറകൊട്ടി ഒരു പ്രത്യേക സമുദായക്കാർ ആ പറകൊട്ടി പാടി എന്തോ അവരുടെ അതൊരു വിശ്വാസമാണ്. ഒരുപാട് പേർക്ക് അതെ. അപ്പോൾ അത് ശബരിമലയിൽ എന്നും അനുഷ്ഠിച്ച് വരാം. അവിടെ മലദൈവങ്ങളാണല്ലോ അവിടുത്തെ പ്രാധാന്യം. അവിടെ ചുറ്റും കാക്കുന്നത്, ഈ മലയെ മുഴുവൻ കാക്കുന്ന മലദൈവങ്ങളാണ് എന്നുള്ള വിശ്വാസമുണ്ട്. അപ്പോൾ അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് ആ പറകൊട്ടിപ്പാട്ട് അവിടെ അനുവദിച്ചിട്ടുള്ളത്. പിന്നീട് അവിടെ നിന്ന് അതും പൂർത്തിയാക്കി പിന്നീട് അഭിഷേകം നടത്തേണ്ടവർക്ക് തിരിച്ച് പ്രത്യേകം ക്യൂ നിന്ന് അഭിഷേകങ്ങളെല്ലാം നടത്തി അഭിഷേകവും പ്രസാദവും എല്ലാം വാങ്ങി മേൽശാന്തിയോ തന്ത്രിയോ കണ്ട് അവരെ ഗുരുതുല്യരായി കണ്ടുകൊണ്ട് അവരെ ദക്ഷിണയോ ഒക്കെ കൊടുത്ത് പ്രസാദം വാങ്ങി തീർച്ചയായിട്ടും അവിടെ നിന്ന് സമാധാനത്തോടുകൂടി മലയിറങ്ങുന്നു. അതാണ് അവിടുത്തെ ഒരു ദർശനത്തിൻ്റെ ബാബർസ്വാമിയെ കാണുന്നവർക്ക് അവിടെ പോയി ദർശനം നടത്തുന്നുണ്ട്. അവിടെ എല്ലാം കഴിഞ്ഞ് നമുക്ക് ദർശനം, ആ വർഷത്തെ ദർശനം കഴിഞ്ഞ് ഭഗവാനെ എന്ന് പറഞ്ഞ് നമ്മൾ മല അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കഷ്ടതകളൊക്കെ നമുക്ക് തോന്നുമെങ്കിൽ തിരിച്ചിറങ്ങുമ്പോൾ ഇനി എന്ന് ഞാൻ എത്തും എന്നുള്ള ചിന്തയോടുകൂടിയാണ് നമ്മൾ ഇറങ്ങുക. ഒരിക്കൽ ശബരിമല ദർശനം നടത്തിയിട്ടുള്ള ഏതൊരു ഭക്തനും വീണ്ടും 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 പോകുവാനുള്ള ആകർഷണീയ ശക്തി, ഒരു പ്രേരകമായ ശക്തി അവിടെയുണ്ട്. അതാണ് അയ്യപ്പൻ്റെ മഹത്വം. പിന്നെ നെയ്ത്തേങ്ങ എടുത്ത ആ തേങ്ങ പിന്നെ അത് ജഡമായി അതിനെ ആഴിയിൽ സമർപ്പിക്കും. അവിടെ നെയ്ത്തേങ്ങ നമ്മളവിടെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ സ്വരൂപമായിരിക്കുന്ന ജഡസ്വരൂപമായിട്ട് സങ്കല്പിച്ച് അതിനെ ആഴിയിൽ സമർപ്പിക്കുകയാണ്. അവിടുത്തെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഏകദേശം വൃശ്ചികമാസം മണ്ഡലപൂജയ്ക്ക് തുടക്കുന്നതിൻ്റെ തലേ ദിവസം തുലാം 31 ആഴി ജ്വലിപ്പിക്കുകയാണ്. ആ ആഴി ഏകദേശം 50 അടി 60 അടിക്ക് മുകളിൽ പൊക്കത്തിൽ ആഴി കത്തും. ഏകദേശം വൃശ്ചികമാസത്തിൻ്റെ പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇല്ല ഇത്രയും ജനങ്ങൾ സമർപ്പിക്കപ്പെടുന്ന നാളികേരത്തിൻ്റെ നെയ്യും നാളികേരവും കൂടെ അടങ്ങിയ നെയ്യ് പറ്റിയ നാളികേരം കൊണ്ട് അതിങ്ങനെ കത്തി ജ്വലിക്കുകയാണ്. മനസ്സിലാക്കേണ്ടത് ഇത്രയും പൊക്കത്തിൽ ജ്വലിക്കുന്ന ആഴിയുടെ പരിസരത്ത് ഒരില പോലും വാടാതെ, ഞാൻ പല സമയങ്ങളിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരില പോലും വാടാതെ ധൈര്യപൂർവ്വം അവിടെ നിൽക്കുന്ന ഒരു ആൽവൃക്ഷമുണ്ട്. അത് നമുക്ക് എന്തുകൊണ്ടാണ് അത്ഭുതം എന്ന് നമുക്ക് അവിശ്വസനീയമാണ്. കാരണം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ നട തുറന്നിരിക്കുന്ന സമയമെല്ലാം തന്നെ ആഴിയും ജ്വലിച്ചുകൊണ്ടിരിക്കും. ഈ തീർത്ഥാടന കാലത്താണ് ഇത്രത്തോളം പൊക്കത്തിൽ. കാര്യം അത്രയും ഭക്തന്മാർ വരികയാണ്. മറ്റേ 5 ദിവസത്തെ അല്ലേ ഉള്ളൂ. ഇത് ഏകദേശം 65-70 ദിവസം ഭക്തന്മാർ വന്ന് ഇത്രയും നെയ്ത്തേങ്ങ അതിനകത്തിൽ സമർപ്പിക്കുകയല്ലേ. തിരികെ വന്ന് അപ്പവും പ്രധാന വഴിപാടായ അപ്പം അരവണ വാങ്ങി ഭക്തർ മലയിറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ തിരികെ വീട്ടിലെത്തുമ്പോൾ ചിലയിടങ്ങളിൽ ഒരു പറച്ചിലുണ്ട്, വൈകുന്നേരം വീട്ടിൽ കയറാവൂ എന്ന് പറയുന്നുണ്ട്. ശരിയാണോ? അങ്ങനെയില്ല. ശബരിമല ദർശനം കഴിഞ്ഞാൽ പരമാവധി നമ്മൾ മറ്റുള്ള യാത്രകൾ ഒഴിവാക്കി നേരെ ഭവനത്തിലെത്തുക. കാരണം അവിടെ നിന്ന് നമുക്ക് ഭഗവാനിൽ ലഭിച്ച ആ ഒരു സുഹൃതം അല്ലെങ്കിൽ ആ ഒരു ദർശന സൗഭാഗ്യം നമ്മൾ വീട്ടിൽ വന്ന് നമ്മുടെ കുടുംബക്കാർക്ക് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ അവർക്കും കൂടെ ഭാഗിച്ചു കൊടുക്കുക എന്നുള്ളതുകൊണ്ട് നേരെ ഭവനത്തിലെത്തുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ അയ്യപ്പൻ ദർശനം കഴിഞ്ഞ ഒരു അയ്യപ്പൻ എത്തി എന്നുള്ളൊരിതാണ്. തീർച്ചയായിട്ടും ചില നാടുകളിലൊക്കെ വരുന്നവരെല്ലാം ഈ അയ്യപ്പ ദർശനം ചെയ്തു വരുന്ന ഈ അയ്യപ്പനെ നമസ്കരിക്കാനും
തൊഴുതാനും ഒക്കെ തന്നെ പലരും അതിന് മുതിരാറുണ്ട്. അപ്പോൾ ഈ അയ്യപ്പൻ തിരികെ വീട്ടിൽ വന്ന് കയറുമ്പോൾ വിളക്ക് കൊളുത്തണം. വിളക്ക് കൊളുത്ത് സ്വീകരിക്കുകയാണ്. അത് സന്ധ്യയാവണമെന്നൊന്നുമില്ല. സാധാരണഗതി സന്ധ്യയ്ക്കായിരിക്കും യാത്രയെല്ലാം വന്ന് അപ്പോൾ വിളക്ക് കൊളുത്തിയിരിക്കും. ആ വിളക്കിനെ എടുത്ത് സ്വീകരിക്കുന്നേ ഉള്ളൂ. ഒരുപക്ഷെ അദ്ദേഹം വരുന്നത് മധ്യാഹ്നത്തിലാണെങ്കിൽ അപ്പോൾ വിളക്ക് കൊളുത്ത് സ്വീകരിക്കാവുന്നതുമാണ്. ചിലയിടങ്ങളിൽ ചിലർ ആചരിച്ചു വരുന്ന കാര്യമാണ്, നേരത്തെ എത്തുകയാണെന്നുണ്ടെങ്കിൽ സമീപത്തുള്ള ക്ഷേത്ര സങ്കേതത്തിലോ അരയാൽത്തറയിലോ എന്ന് നിർബന്ധമില്ല. ഇല്ല, സന്ധ്യയാവണമെന്നില്ല. എപ്പോൾ വേണമെങ്കിലും വന്ന് വാഹനത്തിൽ കയറാം. പക്ഷേ വരുമ്പോൾ നമ്മൾ യഥേഷ്ടം ആ ശുദ്ധത്തോടും വൃത്തിയോടും കൂടി സ്വീകരിക്കുകയാണ്. ഈ കെട്ട് നിറച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ജ്വലിച്ചുകൊണ്ട് നിന്ന വിളക്ക് അണയാതെ തന്നെ നിർത്തണം എന്നും നിർബന്ധമില്ല. സാധാരണ പലരും അവരവരുടെ വിശ്വാസത്തിനനുസൃതമായിട്ട് ചിലത് നിർത്താറുണ്ട്. കാര്യം നെയ്യ് ഒഴിച്ചോ അല്ലെങ്കിൽ എണ്ണ ഒഴിച്ചോ അത് തിരിച്ചു വരുന്നതിനും വരെ അങ്ങനെ കത്തിച്ച് വെക്കാറുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതൊന്നും അങ്ങനെ പ്രത്യേക നിയമമായി നിഷ്കർഷിച്ചിട്ടില്ല. ഈ ശബരിമല പോകാനായിട്ട് കെട്ട് നിറച്ച് പോകുന്ന വഴി നമുക്കറിയാം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നു, കേരളത്തിൻ്റെ തന്നെ വടക്ക് നിന്നും തെക്ക് നിന്നും ഒക്കെ വരുന്ന വഴിക്കും ഒക്കെ തന്നെ പോകുന്ന വഴിക്കും നിരവധി ക്ഷേത്രങ്ങൾ, ധാരാളം പുണ്യക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഒക്കെ പോകുന്ന വഴിക്ക് ശബരിമലയിലേക്ക് പോകുമ്പോൾ അവിടെ കയറാമോ? തീർച്ചയായിട്ടും കയറണം. പോകുന്ന വഴിക്ക് എല്ലാ തീർത്ഥാടനങ്ങളും ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ദേവന്മാരുടെയും സംപ്രീതരാക്കിയാണ് നമ്മൾ ശബരിമല ദർശനത്തിന് എത്തേണ്ടത്. പോകുന്ന വഴിയിൽ അവിടെ പറ്റുന്ന ക്ഷേത്രങ്ങളിലെല്ലാം, പക്ഷേ എല്ലാ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തില്ല. കാരണം നട തുറക്കുന്നത് സമയവ്യത്യാസമുണ്ട്. അതുകൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളും പറ്റുന്നിടത്തോളം ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയാണ് സന്നിധാനത്തേക്ക് പോകാറ്. അങ്ങനെ പോകുന്നതാണ് നല്ലതും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നത്തെ യാന്ത്രിക ജീവിതത്തിൽ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഒന്നും ആരും ശ്രദ്ധിക്കാറില്ല. നമ്മൾ ഭവനത്തിൽ നിന്ന് കെട്ടുമുറുക്കത്തിരിക്കുന്നു, അല്ലെങ്കിൽ കെട്ടില്ലാതെ പമ്പയിൽ ചെന്ന് കെട്ടുമുറുക്കുന്നു, സന്നിധാനത്ത് ദർശനം നടത്തുന്നു, തിരിച്ച് വീട്ടിലെത്തുന്നു. അങ്ങനെ ഒരു ശീലമായി പോയതുകൊണ്ടാണ് ഈ തീർത്ഥാടനത്തിൻ്റെ ആ മഹത്വം ഇങ്ങനെ വിഭിന്നമായി പോയതും പലർക്കും പല രീതിയിലുള്ള സങ്കല്പങ്ങളായിട്ടൊക്കെ പരിണമിച്ചത്. അല്ല, തിരിച്ച് പോകുമ്പോൾ ശബരിമല ദർശനം കഴിഞ്ഞ് തിരികെ പോകുമ്പോഴും തീർച്ചയായിട്ടും ക്ഷേത്രങ്ങൾ കയറാം. പിന്നെന്താ, അതിനൊരു തെറ്റുമില്ല. കാരണം നമ്മൾ അയ്യപ്പൻ്റെ ദർശനം കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം തിരിച്ചു വരുമ്പോൾ തന്നെ നമുക്ക് തിരുവനന്തപുരത്തുകാർക്കാണെങ്കിൽ കൊട്ടാരക്കരയോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ നമുക്ക് കയറിപ്പോരാം. പക്ഷേ അങ്ങോട്ട് പോകുമ്പോൾ ദർശനത്തിന് പോകുന്നത് കൊട്ടാരക്കരയിലും അല്ലെങ്കിൽ ഇവിടുന്ന് പഴവങ്ങാടി, കൊട്ടാരക്കര, ഇവിടെല്ലാം നമ്മൾ കയറി പോകുന്നത് കൊണ്ട്, മലയാലപ്പുഴ, ഇവിടെല്ലാം കയറി പന്തളം, ഇവിടെല്ലാം കയറി പോകുന്നത് കൊണ്ട് തിരിച്ചു വരുമ്പോൾ അത് കയറണമെന്നില്ല. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ മലയെല്ലാം ചവിട്ടി കയറി ക്ഷീണിതനായി വരുമ്പോൾ തിരിച്ച് ഈ ക്ഷേത്രങ്ങളിലൊക്കെ വന്ന് ദർശനം നടത്തി വരിക എന്നുള്ളത് പ്രായോഗികമായിട്ട്, ശാരീരികമായിട്ടും മാനസികമായിട്ടും പ്രായോഗികമല്ലാത്തത് കൊണ്ട് പലരും കയറാറില്ല എന്നുള്ളതാണ് ഒരു സത്യം. എല്ലാവരും കയറുന്ന ഒരിടമുണ്ട്, അത് അയ്യപ്പൻ്റെ നാടായ പന്തളത്തിൽ വന്ന് കയറാം. പന്തളത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത ലക്കത്തിൽ പറയാം. സ്വാമിയേ ശരണമയ്യപ്പ.